പതിവ് പോലെ ദൈവത്തിന്റെ പോരാളികൾ തോറ്റു തന്നെ തുടങ്ങി. മഞ്ഞ പുതച്ച ചെപ്പോക്ക് മൈതാനത്ത് തലയുയർത്തി ചെന്നൈ പട. നിങ്ങൾ ആ ഗ്യാലറിയിലേക്കൊന്ന് നോക്കുക. ആ 43-കാരനെ മൈതാനത്തൊരിക്കൽ കൂടി കണ്ണിറയെ കാണാൻ കാത്തിരുന്നവരാണ്. തന്ത്രങ്ങളും വേഗതയും സമം ചാലിച്ച് അയാൾ തീർത്ത നല്ല കാലത്തിൽ കൂടെ ചേർന്നവരാണ്. 4 റൺസ് അകലെ വിജയമങ്ങനെ കാത്തിരിക്കുമ്പോൾ മഞ്ഞക്കടലിളകിയ നേരം ബാറ്റെടുത്തൊരു ധോണിയുടെ വരവിനൊപ്പം ഉയർന്ന ആരവത്തിന് സമാനതകളില്ല. അവർക്ക് മുന്നിൽ വിജയത്തേരേറി നേർത്തൊരു മന്ദഹാസത്തിൽ തുടക്കം അത് ഗംഭീരം. അന്നും ഇന്നും മുംബൈ ചെന്നൈ ക്ലാസിക് പോരാട്ടങ്ങൾ അത്രമേൽ ത്രസിപ്പിക്കാതെ കടന്നുപോകില്ലല്ലോ. നിലയുറപ്പിക്കും മുൻപ് ഹിറ്റ്മാനെ വീഴ്ത്തിയതിൽ ചെന്നൈ ചിലതെല്ലാം കണക്കുകൂട്ടിയാണ് വന്നതെന്നുറപ്പിച്ചതാണ്. ആ തന്ത്രങ്ങൾ ഇന്ത്യയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചവന്റെ തലയിലുണർന്നതാകണം. ഖലീൽ അഹമ്മദിനെ മുൻനിർത്തി പേസാക്രമണം കടിപ്പിച്ചതിൽ റിക്കോൽറ്റനും മടങ്ങി. ഖലീൽ ഒരുക്കിയ ബൌളിംഗ് കെണിയിൽ വീണത് 3 മുംബൈ കരുത്തരാണ്. പ്രതാപകാലത്തിന്റെ ഓർമ്മകളില്ലാതെ മുംബൈ പൊരുതാനാകാതെ ചെന്നൈക്ക് മുന്നിൽ നിന്നു. 29 റൺസുമായി സൂര്യനെ മടക്കിയ ആ നിമിഷത്തെ എങ്ങനെ മറക്കാനാകും? ശരവേഗം കൈകളിൽ ആവാഹിച്ചവന്റെ മുന്നിൽ മിന്നൽ പിണരു പോലൊരു വല്ലാത്ത നിമിഷം. വിക്കറ്റ് 4 എടുത്ത നൂർ അഹമ്മദിലൂടെ മുംബൈ പതനം പൂർണ്ണമാക്കി ചെന്നൈ ഗ്യാലറിയെ ത്രസിപ്പിച്ചുകൊണ്ടേയിരുന്നു. ചെപ്പോക്കിലെ ഗ്യാലറിയിൽ ആസ്വാദനത്തിന്റെ നിമിഷങ്ങളെ നുകർന്നവർ ആഘോഷ രാവിലലിഞ്ഞു. തിലക് വർമ്മയുടെ 31-ഉം അവസാനം ദീപക് ചഹറിന്റെ 28-ഉം ചേർത്ത് മുംബൈ സ്കോർ 155. ത്രിപാഠി നേരത്തെ വീണ ആഘാതം രജിനൊരുക്കിയ പക്വമായ ഇന്നിംഗ്സിൽ ചെന്നൈ മറികടക്കുന്ന കാഴ്ച. അർദ്ധശതകവുമായി ക്യാപ്റ്റൻ ഗെയ്ക്വാദിന്റെ ചെറുത്തുനിൽപ്പും ചേർന്നപ്പോൾ വിജയമകലയല്ലെന്നുറപ്പിച്ചതാണ്. ഇടയ്ക്ക് വീണ വിക്കറ്റുകൾക്കപ്പുറം 65 റൺസുമായി കിവീസ് കരുത്തനൊരുത്തൻ രജിൻ രവീന്ദ്ര പാറ പോലെ ഉറച്ചു നിന്നു. വിക്കറ്റ് 3 കവർന്ന വിഘ്നേഷിന്റെ പോരാട്ടം അത് ഫലം കണ്ടതേയില്ല. ഒടുവിൽ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ധോണിയുടെ ആ വരവിൽ വിജയത്തിന് അയാൾ സാക്ഷിയാകണമെന്ന നിമിത്തത്തിന്റെ കാത്തുവെക്കലാകണം. വിജയശില്പി രജനിലൂടെ ഒരു കൂറ്റൻ സിക്സറിൽ വിക്കറ്റ് 4 ബാക്കി നിൽക്കെ ദൈവത്തിന്റെ പോരാളികൾക്ക് മുകളിൽ മഞ്ഞ നിലാവിലൊരു സ്വപ്ന കിരീടത്തിലേക്ക് അവർ ആദ്യ കടമ്പ കടന്നു. പോരായ്മകളിൽ നിന്നും മുംബൈക്കിത് തിരിച്ചു വരാനാകുന്ന ദൂരമേയുള്ളൂ. ധോണിക്കായി സ്വപ്ന കിരീടം ഒരിക്കൽ കൂടി നേടിയേ മതിയാകും. അതിനായി ഏതറ്റം വരെയും പോകുന്ന സംഘത്തിന്റെ മനോധൈര്യത്തിൻ ബലത്തിൽ ആരാധക പ്രവാഹത്തിന്റെ ചെന്നൈ കരുതി വെച്ചതെന്തെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.